പൊതുഗതാഗതം മുടക്കി പൊതുസമ്മേളനങ്ങൾ വിലക്കിയുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ റോഡിന്റെ ഒരു വശം കെട്ടിയടച്ച CPMന്റെ ഏരിയ സമ്മേളനം തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ കോടതി സമുച്ചയത്തിന് സമീപമാണ് വഴിയടച്ച് വേദി തീർത്തത്. ഇതോടെ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളടക്കമുള്ളവർ വാഹനങ്ങളിൽ കുടുങ്ങി. ആംബുലൻസുകൾക്ക് വേഗത്തിൽ കടന്നുപോകാനായില്ല. വഞ്ചിയൂർ കോടതി സമുച്ചയത്തിന് സമീപത്താണ് പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് മുടക്കി വേദി ഒരുക്കിയത്. ജനറൽ ആശുപത്രിയും സ്കൂളും ഇതിന് സമീപത്തായുണ്ട്. വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. എന്നാൽ എല്ലാ അനുമതിയും വാങ്ങിയാണ് പന്തൽ കെട്ടിയിരിക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. റോഡ് തടസ്സപ്പെടുത്തി പന്തൽ നിർമ്മാണത്തിന് ആരാണ് അനുമതി നൽകിയതെന്നാണ് ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ നാട്ടുകാർ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ റോഡിലേക്ക് ഇറക്കിക്കെട്ടിയ പന്തലിൽ KSRTC ബസ് കുടുങ്ങി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ബസ് പുറത്തെത്തിച്ചത്. റോഡിലേക്ക് ഇറക്കിയാണ് പന്തൽ കെട്ടിയിരുന്നത്. 1 മണിക്കൂർ നേരത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു ബസ് പുറത്തെടുത്തത്. പന്തൽ അഴിച്ചുമാറ്റിയ ശേഷമായിരുന്നു ബസ് കടത്തിവിട്ടത്. ബസ് കുടുങ്ങുന്നതിനിടെ പന്തൽ തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു. പന്തലിന് മുകളിലായിരുന്ന ഇയാൾ ബസ് തട്ടിയതോടെ താഴെ വീഴുകയായിരുന്നു.